അപ്പോ ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്? കർക്കിടക സ്പെഷ്യൽ പത്തിലത്തോരനാണ്. അപ്പൊ അതിന് വേണ്ടി എടുത്തേക്കുന്ന ഞാൻ ഇലകൾ ഏതൊക്കെയാന്ന് കാണിക്കാം കേട്ടോ. അപ്പം ഇത്ര മാത്രം അങ്ങനെയൊന്നുമില്ല, നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും എടുക്കാം. അപ്പൊ ഇത് ചെറിയ ചേമ്പിന്റെ ഇലയാണ്, ഒരു 4 എടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ചേമ്പില്ലേ അതിന്റെ 2 ഇല വലുത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ ഇത്ര അളവെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം ഉള്ളതിനനുസരിച്ചിട്ട്. ഇത് സാമ്പാർ ചീര, ചിലയിടത്ത് ഇതിന് കുപ്പക്കീര എന്ന് പറയും. ഇത് പറഞ്ഞ പോലെ ഒരു പിടി. പിന്നെ നമ്മുടെ ചേനയുടെ ഇല, ഇതൊക്കെ തളിര് ഇലയാട്ടോ എടുക്കേണ്ടത്. പിന്നെ കുമ്പിളം ഇല്ലേ, കുമ്പളത്തിന്റെ ഇല, കുമ്പളത്തിന്റെ തളിരില. തഴുതാമ, പിന്നെ പ്ലാവില, തളിര് പ്ലാവില, അത് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുതണം ഇല്ലേ, ചൊറിയില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് തോരൻ വെക്കാം. ഇത് ചെറുതണത്തിന്റെ ഇല, അത് നന്നായിട്ട് കഴുകി എടുത്ത് മാറ്റി വെക്കണം. അപ്പൊ എല്ലാ ഇലകളും നമ്മൾ നന്നായിട്ട് കഴുകണം കേട്ടോ. ഇപ്പൊ മഴ സീസൺ ആയതുകൊണ്ട് മണ്ണൊക്കെ പിടിക്കാൻ ചാൻസ് കൂടുതലാണല്ലോ. പിന്നെ ഇത് മദ്രാസ് ചീര എന്ന് പറയും, പിന്നെ വേലിച്ചീര എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണെന്ന് എനിക്കറിയില്ല, ഇവിടെയൊക്കെ വേലിച്ചീര എന്നാണ് പറയണേ. പിന്നെ മത്തയിലയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, അത് എനിക്ക് കാണിക്കാൻ വിട്ടുപോയതാണ് മത്തയില. അപ്പൊ ഇതെല്ലാം കൂടെ ഇതുപോലെ അരിഞ്ഞെടുക്കുക. ഇപ്പൊ കർക്കിടക മാസമാണ്, നമ്മുടെ ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കാലാവസ്ഥയുടെ ഒരു മാറ്റം കൊണ്ടാണ് അങ്ങ് പണ്ടുള്ളവർ പറയണത്. അപ്പൊ അത് ഈ ഇലക്കറികളും ഇലക്കഞ്ഞിയൊക്കെ നമ്മൾ കൂട്ടുമല്ലോ, കർക്കിടക്കഞ്ഞി എല്ലാവർക്കും അറിയാവുന്നതാണത്. അപ്പം 10 ഇല, അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള എത്ര ഇലയാണോ അത്ര ഇല ഉൾപ്പെടുത്തി നമ്മൾ ഉണ്ടാക്കിയാൽ മതി. ഇനി തേങ്ങ ഒരു 1/2 കപ്പ്, ജീരകം ഒരു നുള്ള്, ഒരു 3-4 പച്ചമുളക്, ഇത് തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കടുക് വറുക്കാൻ കുറച്ച്, ഒരു നുള്ള് അരി, കുറച്ച് ഒരു നുള്ള് കടുക്, ഒരു 2 ചുവന്ന മുളക്, ഇത്ര മതിയാവും. നമുക്ക് ഈ തേങ്ങയും ജീരകവും പച്ചമുളകും നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി. കുറച്ച് മതി കേട്ടോ തേങ്ങ. എന്നുവെച്ചാൽ നമ്മുടെ ഈ അറിയാലോ ഇല വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് പകുതിയാവും, പകുതിയല്ല 1/4 തന്നെയാവും എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഇതുപോലെ ഒന്ന് കറക്കി എടുത്താൽ മതി. അപ്പൊ തേങ്ങ കുറച്ചെടുക്കുക. ഇനി ഈ ഇലക്കകത്തേക്ക് നമ്മള് തേങ്ങ ഇട്ട് കൊടുക്കുക, എന്നിട്ട് അത് ഇളക്കി മാറ്റി വെക്കുക. അപ്പൊ ഒരു പാനില് എണ്ണ ചൂടാവുമ്പോ നമുക്ക് അതിലേക്ക് കടുകും അരിയും ചുവന്ന മുളകൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇലയിടാം. അപ്പൊ ഇതിലേക്ക് ഞാൻ മുളക് ഇടുകയാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മള് ഒരു നുള്ളു മഞ്ഞളും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഇലയിലൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മാറ്റി വെക്കുക. ഈ പറഞ്ഞ പോലെ ഇത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇലയിടാം. അപ്പൊ നിങ്ങൾ കണ്ടോണേ, ഇത് നിറയെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അത് വെന്ത് കഴിയുമ്പോഴത്തേക്കും, തോരൻ പാകമായി കഴിയുമ്പോഴത്തേക്കും കുറയും. ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണല്ലേ. അപ്പം വീട്ടില് എല്ലാവരോടും പറയാ, ഈ ഒരു സമയം നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ഒക്കെ നല്ലതാണ് ഈ പത്തില തോരൻ. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇത്ര ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ളത് വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കുക. അത് മുഴുവൻ വെച്ചിട്ട് കുറച്ചു നേരം ഒന്ന് ഒരു ലോ ഫ്ലെയിമിൽ കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കുക. അപ്പൊ ആ ഗുണം ഫുള്ള് അതില് തങ്ങി നിന്ന് നമുക്ക് അതിന്റെ ഗുണം കിട്ടും. അപ്പൊ ഇത് ഏകദേശമായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടുണ്ട്.
അപ്പൊ ആരോഗ്യത്തിനും നല്ലതാണ്, നല്ല സ്വാദുമാണ്. നമ്മുടെ ചുറ്റുമുള്ള ഇലകൾ അതൊക്കെ തന്നെയാണ് നമ്മൾ പറിച്ച് ഉണ്ടാക്കേണ്ടത്. ഇതിനു വേണ്ടിയിട്ട് കടയിൽ നിന്ന് വില കൊടുത്ത് മേടിക്കണ്ട. അപ്പം എല്ലാവർക്കും കർക്കിടക ദിനാശംസകൾ. എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാരും ആരോഗ്യത്തോടെ ഇരിക്കുക.